കാർഡ്, ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും അടുത്തോ? എങ്കിൽ ഇനി അത് വേണ്ട. എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു. എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക. കോൺടാക്ട് നമ്പർ 8330846476 9895549683. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശിവകുമാർ കമ്മത്താണ്. സ്വാഗതം. ദീർഘകാലമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സന്തത സഹചാരിയായി മുന്നോട്ട് പോവുകയാണ്. ഈ കാലയളവിൽ താങ്കളുടെ പ്രവർത്തന രീതി എങ്ങനെയായിരുന്നു പാർട്ടിക്കകത്ത്? പ്രവർത്തന രീതി എന്ന് പറയുമ്പോൾ ബേസിക്കലി ഞാൻ ഒരു RSS പ്രവർത്തകനായിരുന്നു. ചെറുപ്പത്തിൽ RSSലൂടെയാണ് വളർന്നത്. RSSലൂടെയാണ് പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവമോർച്ച, പിന്നെ ബൂത്ത് തല പ്രവർത്തനത്തിലൂടെ BJP അടിസ്ഥാനപരമായ എല്ലാ ഘടകങ്ങളിലും പ്രവർത്തിച്ച ശേഷമാണ് മണ്ഡല തലത്തിലേക്ക് വരികയും കഴിഞ്ഞ കുറച്ച് നാളായപ്പോൾ ജില്ലാ ചുമതല ലഭിക്കുകയും ചെയ്തത്. ഇപ്പോൾ പഴയ മട്ടാഞ്ചേരി മണ്ഡലത്തിൽ നേരത്തെ പാർട്ടി ഒരു വശത്തായി ചുരുങ്ങിയ ഒരു സാഹചര്യമായിരുന്നു. അതായത് ചെള്ളായി പ്രദേശത്തായിരുന്നു പാർട്ടിയുടെ പ്രധാന ഒരു വളർച്ചാ കേന്ദ്രം. അതിൽ നിന്ന് പാർട്ടിയെ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമം ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും. പണ്ടും മട്ടാഞ്ചേരി മണ്ഡലം നമുക്കറിയാലോ, മട്ടാഞ്ചേരി നിയോജക മണ്ഡലമായിരുന്നു. അതെ. BJP സംബന്ധിച്ച് കേരളത്തിൽ തന്നെ ജനസംഘത്തിൽ പോലും പിത്തുപാകിയ ഒരു മണ്ണാണിത്. ഒരു കാലത്ത് BJPയുടെ തന്നെ സംസ്ഥാന ഘടകത്തിന് പ്രവർത്തിക്കാനുള്ള ധനശേഖരണം പോലും മട്ടാഞ്ചേരിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അത്രയ്ക്കും പാർട്ടിയുമായിട്ട് മട്ടാഞ്ചേരിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചെള്ളായി ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കേരളത്തിലടക്കം RSSന്റെയും BJPയുടെയും ജനസംഘം പോലുള്ള ആദ്യകാല നേതാക്കന്മാര് മിക്കവരും കൊങ്ങണി വിഭാഗക്കാരും പിന്നെ ഹിന്ദി സംസാരിക്കുന്ന ജനവിഭാഗങ്ങളായിരുന്നു തുടക്കകാലത്ത് ഇതില് നേതാക്കന്മാരുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ ആ പ്രവർത്തനത്തിന്റെ ഫലമായി ചെറുളായി, അമരാവതി, ആലവാതിക്കൽ ഭാഗത്ത് അതിന്റെ പ്രവർത്തനം ശക്തമാക്കുകയും കൂടുതൽ താഴേക്കടയിലുള്ള പ്രവർത്തനം നല്ല രീതിയിൽ വർഷങ്ങളായിട്ട് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ കുറെ നാളുകളായി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് പുറത്ത്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലയിലടക്കം പാർട്ടിയുടെ ചുവടുവെപ്പ് വെച്ചു. ഇപ്പോൾ മികച്ച രീതിയിലുള്ള ഒരു പ്രതികരണവും മികച്ച രീതിയിലുള്ള സംഘടനാ പ്രവർത്തനവും ന്യൂനപക്ഷ മേഖലയിലടക്കം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് എന്നത് പാർട്ടിയുടെ വളർച്ച തന്നെയാണ് ഇവിടെ നമുക്ക് കാണിക്കുന്നത്. ഈ ന്യൂനപക്ഷ മേഖല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മേഖലയിലാണ് പാർട്ടി കൂടുതൽ കടന്നു കയറാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് അത് മുസ്ലിം മേഖലകളിലേക്ക് പോകാൻ കഴിയുന്നില്ല? അല്ല, അങ്ങനൊരു വേർതിരിവ് BJPക്കില്ല. BJP പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിൽ വന്നതുപോലെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം വെച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയുടെ പരമ്പരാഗതമായ വോട്ട് ബാങ്കായ ഹൈന്ദവര് BJP അംഗീകരിച്ചു കഴിഞ്ഞു. പിന്നീടുള്ള മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലടക്കം BJPയുടെ ഭരണം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരുപാട് പള്ളിയുമായി ബന്ധപ്പെട്ട അച്ഛന്മാരും മൈത്രന്മാരടക്കം അവരുടെ അനുഭവങ്ങളൊക്കെ അവര് മറ്റുള്ള ദൃശ്യമാധ്യമങ്ങൾക്ക് അഭിപ്രായപ്പെട്ടതോടുകൂടി കേരളത്തിലടക്കം അതിന്റെ സമൂലമായ ഒരു മാറ്റം ക്രിസ്ത്യൻ ജനത എളുപ്പത്തിൽ അത് മനസ്സിലാക്കുകയും ക്രിസ്ത്യൻ ജനത വികസനം എന്ന ആ കാഴ്ചപ്പാടിൽ ഒരു പരിധിവരെ BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് വരുന്നത്. നേരെമറിച്ച് മറുപുറം നോക്കുമ്പോഴേക്കും നമുക്കറിയാം, മട്ടാഞ്ചേരി പോലുള്ള പ്രദേശങ്ങളിൽ വാസ്തവത്തിൽ ഒരു 50 കൊല്ലം പുറകിലാണ് മുസ്ലിം സമുദായം ഇന്നും ജീവിക്കുന്നത്. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നാളിതുവരെ മട്ടാഞ്ചേരിയെ നയിച്ച LDFനും UDFനും സാധിച്ചിട്ടില്ല. പക്ഷെ BJPയെ സാധിക്കും. അവിടെ ഒരു തടസ്സമായി നിൽക്കുന്നത് BJP ഒരു വർഗീയ പാർട്ടിയാണെന്നുള്ളൊരു അതിരൂക്ഷമായ പ്രചരണം LDFും UDFും നടത്തുന്നുണ്ട്. അത് മുത്തലാഖ് വിഷയത്തിലടക്കം മുസ്ലിം സ്ത്രീകൾ അതിൽ കുറേയൊക്കെ സത്യമായ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വരുന്ന ആളുകളിൽ മുസ്ലിം സമൂഹത്തിലടക്കം BJPയുടേതായ ഒരു നല്ലൊരു പ്രവർത്തനം വരുമെന്നാണ് ഞാൻ BJP വിശ്വസിക്കുന്നത്. ഇപ്പൊ മുസ്ലിം സമുദായത്തിന്റെ കാര്യം പറഞ്ഞു. മുസ്ലിം സമുദായം സ്വാഭാവികമായിട്ടും ഇപ്പൊ വഖഫ് വിഷയമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പിന്നെ NRC
CA വിഷയത്തിലൊക്കെ വലിയ ആശങ്കയിലായിരുന്നു. പക്ഷെ ആ ആശങ്ക പരിഹരിച്ച് പോകുവാനായിട്ടുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാലോ CA മായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അതിരൂക്ഷമായ സമരങ്ങൾ നടന്ന നാട് ഇന്ത്യയിലൊന്ന് കേരളമായിരുന്നു. കേരളത്തിലടക്കം അനാവശ്യമായ രീതിയിലുള്ള പ്രചരണം കൊടുത്തുകൊണ്ട് അത് ദേശദ്രോഹപരമായ ശക്തികൾക്ക് മുതലെടുക്കാനുള്ള ഒരു അവസരമാക്കാൻ പോലും പല വേദികളിലും ഇവിടെ കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് BJP സംബന്ധിച്ച് അന്ന് പാർലമെന്റിൽ BJP പറഞ്ഞതുപോലെ അല്ലെങ്കിൽ BJP നടപ്പിലാക്കിയ പോലെ അമിത്ഷാജി അന്ന് പറഞ്ഞ വാക്കുകൾ ഓരോന്നും നിങ്ങളിന്ന് പരിശോധിക്കുക. ഇന്ത്യയിലെ ഒരാൾക്ക് പോലും അത് വെച്ച് പൗരത്വം നഷ്ടപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ മറ്റ് രാജ്യങ്ങളിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് ഒട്ടേറെ പേർക്ക് നമുക്ക് ഭാരത പൗരത്വം നൽകാൻ വേണ്ടി സാധിച്ചു. ഒരു മുസ്ലിമിന് പോലും അതിന്റെ പേരിൽ ഇന്ത്യക്ക് പുറത്ത് കടക്കേണ്ടേ വന്നിട്ടില്ല. അന്നും പ്രചരണം കംപ്ലീറ്റ് അതായിരുന്നു. മുസ്ലിങ്ങളെ ഇന്ത്യക്ക് പുറത്ത് കടത്തുക എന്നൊരു ഹിഡൻ അജണ്ടയാണ് ഈ ബില്ലിന് പുറകിൽ. പക്ഷെ അതൊക്കെ ഇപ്പൊ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതിപ്പോ ചർച്ചയല്ല വാസ്തവത്തിൽ. അതെ, സ്വാഭാവികമായിട്ടും അത് ഓക്കെ. ഈ വഖഫിന്റെ കാര്യത്തിൽ ഞാൻ കൂടുതൽ പ്രതികൾ, കാരണം നമുക്കറിയാം വഖഫ് വിഷയം ഇപ്പോ കോടതിയിലെ പരിഗണനയിലാണ്. ഇന്നലെ മിഞ്ഞാന്നൊക്കെയായിട്ട് അതിന്റെ വാദ പ്രതിവാദങ്ങളൊക്കെ നടക്കുന്നു. വീണ്ടും ഈ ദിവസങ്ങളിൽ നടക്കുകയാണ്. ഏതായാലും BJP സംബന്ധിച്ച് BJP മുമ്പിൽ വെച്ചിരിക്കുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ആ ആപ്തവാക്യം, അതിൽ ഉറച്ചു തന്നെയാണ് ഈ വഖഫിന്റെ വിഷയം നമ്മൾ പരിഗണിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളെ നിയമം ഒറ്റ നിയമത്തിന് കീഴിൽ വരണം. ഹിന്ദുവിനും ഏക സിവിൽ കോഡൊക്കെ പിന്നത്തെ വിഷയം. അതിനു മുമ്പ് തന്നെ നമുക്കറിയാം, ഇപ്പോ നമ്മളെ ഹിന്ദുവിനായാലും ക്രിസ്ത്യാനികൾക്കായാലും നമുക്ക് എന്തിനും ഏതിനും കോടതിയെ ആശ്രയിക്കാം. ഈ വഖഫ് വിഷയത്തില് ഒരു വഖഫിന്റെ ട്രൈബ്യൂണലിന് മുമ്പിലല്ലാതെ അതിന് പുറത്ത് ആ വിഷയം എത്തിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല. അതൊരു നീതികേടല്ലേ? അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഒരു പാർലമെന്റ് അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് സംയുക്ത പാർലമെന്റ് സമിതി അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതാക്കി വളരെ മികച്ച രീതിയിൽ വഖഫ് ബോർഡുകൾ അടക്കം അതിൽ അവരുടെ പ്രതികൾ ആരാന്നു. ആയിരക്കണക്കിന് ആൾക്കാരുടെ ഹിയറിംഗിന് ശേഷം പാർലമെന്റിൽ അത് അമെന്റ്മെന്റ് അവതരിപ്പിച്ചതിൽ നമുക്കറിയാം കേരളത്തിലടക്കം ഈ മുനമ്പം വിഷയത്തിലടക്കം എന്താ പറയാ, അവിടുത്തെ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് LDF-ഉം UDF-ഉം പാർലമെന്റിലടക്കം അവര് കൈകൊണ്ടത്. പക്ഷെ എന്തായാലും ആ ബില്ലുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ നടന്ന വാദത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വ്യക്തമായ നയങ്ങൾ കോടതിയിലെ ധരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സാധിച്ചിട്ടുണ്ട്. അപ്പൊ വരും ദിവസങ്ങളിൽ അതിന്റെ മേലുള്ള സംശയം ദൂരീകരിക്കപ്പെട്ട് എല്ലാവരും ആ നിയമം അംഗീകരിക്കുമെന്ന് തന്നെയാണ് BJP വിശ്വസിക്കുന്നത്. ഈ അപ്പൊ മട്ടാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ തുടങ്ങി അവിടുന്ന് പാർട്ടിയുടെ അടിസ്ഥാനപരമായ ഘടകങ്ങളിലെല്ലാം പ്രവർത്തിച്ചു. അടിസ്ഥാനപരമായ ഘടകങ്ങളിലെ ഭാരവാഹിയായിരുന്നു. പിന്നെ RSSലൂടെയാണ് താങ്കളുടെ പ്രവർത്തനം തുടങ്ങുന്നത്. അതിനുശേഷമാണ് BJPയിലേക്ക് കടന്നു വരുന്നത്. എപ്പോഴെങ്കിലും RSSും BJPയും തമ്മിൽ ഒരു അസ്വാരസ്യം മട്ടാഞ്ചേരിയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. RSS എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതൊരു രാഷ്ട്രീയ സംഘടനയല്ല. RSS എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു കാഴ്ചപ്പാട് കൂടി നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒരു സംഘടനയാണ്. അതിന് രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളില്ല. പിന്നെ സ്വാഭാവികമായിട്ടും RSSലൂടെ വളർന്നു വരുന്ന ഏതൊരു മനുഷ്യരും അയാൾ ഏതു രംഗത്താണോ പ്രവർത്തിക്കുന്നത് അവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുക. രാഷ്ട്രമാണ് RSSന്റെ ഏറ്റവും മുഖ്യം. രാഷ്ട്രത്തിന് വലുതായിട്ട് അതൊന്നും കണക്കാക്കുന്നില്ല. പിന്നെ പ്രത്യേക ഒരു വ്യക്തിയെ അവിടെ പൂജിക്കുന്നില്ല. നമ്മുടെ പവിത്രമായ ഭഗവത്ഗീത കാവി പതാകയാണ് അവിടെ ഗുരുവായിട്ട് പോലും. കാരണം ഒരു വ്യക്തിയെ അല്ല പൂജിക്കേണ്ടത്, നമ്മളൊരു സംസ്കാരത്തെയാണ് എപ്പോഴും മേൽപോട്ട്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ വില കൽപ്പിക്കുന്നത്. ഒരു ആശയം മുമ്പ് വെച്ചാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രവർത്തിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും BJP നമുക്കറിയാം, ജനസംഘത്തിന്റെ ആ സമയത്ത് ദി കക്ഷി മെമ്പർഷിപ്പിന്റെ ഒരു വിഷയം വന്ന് RSS പോകുന്ന ആൾക്കാർ ഇതിൽ തുടരാൻ പാടില്ല വിഷയം വന്നപ്പോഴാണ് അന്നത്തെ നമ്മുടെ ദേശീയ നേതാക്കന്മാർ അടൽ ബിഹാരി വാജ്പേയി, അദ്വാനിയെ പോലുള്ള ആൾക്കാർ ജനസംഘത്തിൽ നിന്ന് വേർപെട്ട് സ്വന്തമായിട്ടൊരു സംഘടന അവർ രൂപീകരിച്ചതാണ്. RSS ആ സമയത്ത് അവരുടെ സഹായം, BJP ഒരു സഹായം ചെയ്തുകൊണ്ട് RSSന്റെ മുതിർന്ന പ്രചാരകനെ ജനറൽ സെക്രട്ടറി അതെന്ന് നൽകി. അതിന്നും ഭാരതത്തിൽ തുടർന്ന് വരുന്നുണ്ട്. എന്തെങ്കിലും BJP സംബന്ധിച്ച് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പ്രത്യേകിച്ച് മട്ടാഞ്ചേരിയെ സംബന്ധിച്ച് RSSന്റെ തായി പ്രവർത്തിച്ച ആൾക്കാർ തന്നെയാണ് ഇന്നും BJPയുടെ തലപ്പത്ത് നേതൃത്വം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗ്യാപ്പിന്റെ വിഷയം ഉദിക്കുന്നില്ല. ഈ 1 എന്നുള്ളത് നേരത്തെ ഒരു തവണ 2 ആക്കി, പിന്നീട് അത് പോയി വീണ്ടും 1 ആയി, ഇപ്പൊ വീണ്ടും 2 ആയി. ഈ 2 എന്നുള്ളത് 3 ആവും. വിളക്കത്തിലേക്കാണ് നമ്മൾ ലക്ഷ്യം. 4 ആക്കും.
ഡബിളക്കം കൂടുതൽ സീറ്റ് ഉണ്ടാവുക. ഡബിളക്കത്തിലേക്ക് ബി ജെ പിയെ മട്ടാഞ്ചേരിയിൽ കടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ നഗരസഭാ തെരഞ്ഞെടുപ്പ് നഗരസഭ 10 സീറ്റെങ്കിലും വാങ്ങും 10 സീറ്റിന്റെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത്ര ഉറപ്പായിട്ട് അത് പറയുന്നത് എന്തുകൊണ്ട്? അല്ല, ഉറപ്പായിട്ടെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത്രത്തോളം നിരാശരാണ്. ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല. അത് ഈ പ്രഗത്ഭരായ കൊച്ചിൻ കോർപ്പറേഷനെ ഇന്ന് നയിക്കുന്ന പല കൗൺസിലർമാരും ആരുടെ പേര് പറയുന്നില്ല. വിവിധ പാർട്ടിക്കാരായിരിക്കാം, വിവിധ സ്വതന്ത്രമാരൊക്കെ എല്ലാവരും. മേയർ കഴിഞ്ഞാൽ പിന്നെ കൊച്ചിൻ കോർപ്പറേഷനെ മുന്നോട്ട് നയിക്കുന്ന എല്ലാവരും താമസിക്കുന്ന ഒരിടം കൂടിയാണ് മട്ടാഞ്ചേരി. നിങ്ങൾ ആ ഡിവിഷന്റെ അവസ്ഥകളൊന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ആ ഡിവിഷന്റെ അവസ്ഥ എന്താണ്? പിന്നെ അങ്ങനെ നമ്മൾ ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കം ഉള്ള ഡിവിഷനുകളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ്. കാരണം അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ 5 കൊല്ലം കൂടുമ്പോൾ ജനറൽ വനിത ആകുന്ന ആ ഒരു വിഷയം അത് നന്നായിട്ട് ഡിവിഷന്റെ വികസനത്തിന് ബാധിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം ഒരു കൗൺസിലർ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹം അവിടെ ആ ഡിവിഷനെ കുറിച്ച് മനസ്സിലാക്കി വരുമ്പോഴേക്കും 2 വർഷം എടുക്കും. 1 വർഷം എന്തെങ്കിലും പ്രവർത്തിച്ച് പിന്നെ അയാളുടെ മനസ്സിൽ വരുന്ന ചിന്ത അടുത്ത തവണ എനിക്ക് കിട്ടില്ലല്ലോ, അടുത്ത ഡിവിഷനിലേക്ക് മത്സരിക്കാൻ അല്ലെങ്കിൽ പാർട്ടി വേറെ വല്ല പുതിയ ഗൈഡൻസ് കൊടുക്കും, ഇന്ന ഡിവിഷൻ ശ്രദ്ധിച്ചു. അപ്പൊ എന്ത് പറ്റി? ഈ ഡിവിഷനിൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട നീതി ലഭിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഇന്ന് ബി ജെ പി കൊച്ചിൻ കോർപ്പറേഷനിൽ 5 കൗൺസിലർമാരുണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ പല സ്ഥലങ്ങളിലും നമ്മൾ നിസ്സാര വോട്ടുകൾക്ക് തോറ്റിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡിവിഷനുകൾ വിട്ടു നിർത്തിയാൽ ബി ജെ പി ഇന്ന് ജയിച്ച 5 ഡിവിഷനുകളിൽ 74 കൗൺസിലർമാരെ വെച്ച് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ മികച്ച രീതിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മാലിന്യ പ്രശ്നം, അങ്ങനെയുള്ള പൊതുവായ പ്രശ്നങ്ങൾ എല്ലാ കൗൺസിലർമാർക്കും ബാധിക്കുന്നു. അത് ഒരു കൗൺസിലർ വിചാരിച്ചാൽ തീർക്കാവുന്ന വിഷയം നമുക്കറിയാം. ബ്രഹ്മപുരം വിഷയം അടക്കം ആരാണ് സജീവമായി ആ പ്രശ്നമായി നിലനിർത്തിക്കൊണ്ടുപോകുന്നത് നമുക്കറിയാം. പക്ഷെ ഒരു കൗൺസിലർ നിലയിൽ അങ്ങനെയുള്ള ചില വിഷയങ്ങൾ എല്ലാ കൗൺസിലർമാരും സമീപിക്കുന്നുണ്ട്. പക്ഷെ അത് വിട്ട് ജനങ്ങൾക്ക് വിഷയങ്ങളിൽ ഓരോ വിഷയത്തും ജനങ്ങളെ കാണാൻ വേണ്ടി 24/7 നിലയിൽ നമ്മുടെ 5 കൗൺസിലർമാർ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ അനുഭവം സ്വാഭാവികമായിട്ടും അതിന്റെ തൊട്ടടുത്തുള്ള മറ്റു ഡിവിഷനുകൾ ആൾക്കാർ ചർച്ചയാക്കുന്നുണ്ട്. കാരണം അവര് പോലും അവർക്ക് അവരുടെ കൗൺസിലറിൽ നിന്ന് കിട്ടാത്ത നീതി ലഭിക്കാൻ വേണ്ടി നമ്മുടെ കൗൺസിലർമാരെ ആശ്രയിക്കുന്നുണ്ട്. കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് ആ ഒരു പ്രക്രിയ തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ രീതിയിൽ ബി ജെ പിയുടെ വികസന രാഷ്ട്രീയത്തെ അംഗീകരിക്കാൻ മട്ടാഞ്ചേരിയിലെ പൊതുസമൂഹം തയ്യാറാവും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. പിന്നെ തീർച്ചയായിട്ടും ഈ അടുത്തിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് വന്ന പ്രബലരായ വ്യക്തികൾ അവരുടെയൊക്കെ പാർട്ടിയിലുള്ള സാന്നിധ്യം തീർച്ചയായിട്ടും ക്രിസ്ത്യൻ ന്യൂനപക്ഷ മേഖലയിലടക്കം ബി ജെ പിക്ക് വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ മട്ടാഞ്ചേരി മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറിമാരിലൊരാള് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നാണ്, റോഷൻ ജോൺ. ഇത് പാർട്ടിയുടെ അത്തരം സമീപനങ്ങൾ സ്വാഭാവികമായിട്ടും ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും. ബി ജെ പിയുടെ വളർച്ച എന്ന് പറയുമ്പോൾ ഇപ്പൊ മട്ടാഞ്ചേരി എടുത്താൽ തന്നെ നമുക്ക് പരമ്പരാഗത വോട്ട് കിട്ടുന്ന ഭാഗങ്ങളിൽ നമുക്ക് പരമാവധി വോട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി അവിടുന്ന് നിസ്സാരമായ വോട്ടുകളാണ് കിട്ടാനുള്ളത്. പിന്നെ വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നേരത്തെ പറഞ്ഞ മറ്റ് ഇതര ക്രൈസ്തവ മുസ്ലിം മേഖലയാണ് ബി ജെ പി നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ബി ജെ പിയുടെ കഴിഞ്ഞ കുറെ നാളുകൾ വിശാലമായ കാഴ്ചപ്പാട് ബി ജെ പിയുടെ കമ്മിറ്റികൾ രൂപീകരിക്കുമ്പോൾ അതിന്റെ എല്ലാ പ്രാതിനിധ്യവും ഉറപ്പുവരുത്തണം. സമുദായം, ജാതി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു നീതി എല്ലാവർക്കും ലഭിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാർക്ക് വരെ നമ്മൾ ഭാരവാഹിയാക്കുന്നുണ്ട്. അത് ദേശീയ തലം മുതൽ ബൂത്ത് കമ്മിറ്റിയിൽ വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ നമുക്ക് കുറെ മാർഗനിർദ്ദേശങ്ങൾ പാർട്ടി നൽകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ ആൾക്കാർ കഴിഞ്ഞ തവണ V4 വേണ്ടി വോട്ട് പിടിച്ച ആൾക്കാർ വരെ ഇത്തവണ ബി ജെ പിയുടെ അതെ, അങ്ങനെ അറിഞ്ഞു സ്വാഭാവികമായിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ നിലവില് 28ാം ഡിവിഷനും പിന്നെ 7ാം ഡിവിഷനുമാണ് നമുക്കുള്ളത്. ഈ വാർഡ് വിഭജനം പ്രതികൂലമായി ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും വാർഡ് വിഭജനം എനിക്ക് കേരളത്തിലെ മൊത്തത്തില് നമ്മള് ഓരോ ജില്ലയിലെ ആൾക്കാരെ ബന്ധപ്പെടുമ്പോഴേക്കും നെഗറ്റീവും പോസിറ്റീവുമായ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ബി ജെ പിയുടെ വാർഡുകൾക്ക് പല സ്ഥലങ്ങളിലും കോട്ടൺ തട്ടുന്ന വിധത്തിൽ പലരും പറയുന്നുണ്ട്. മട്ടാഞ്ചേരി എടുക്കുമ്പോൾ നമുക്കറിയാം, എന്താ പറയാ, എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിപ്പടുത്തിട്ടുണ്ട്. എല്ലാ മാനദണ്ഡങ്ങളും നമുക്കറിയാം. നമ്മള്
ക്യാമറയ്ക്ക് പിന്നിലായാലും നമ്മൾ കാണുമ്പോൾ ആ കാര്യങ്ങൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു ഡിവിഷൻ തന്നെ മട്ടാഞ്ചേരിയിൽ ഒരു ഡിവിഷൻ തന്നെ ഇല്ലാതാക്കിയാണ്. മാനദണ്ഡ പ്രകാരം ചെയ്യരുത്. ഒരു ഡിവിഷന്റെ കഷ്ണം വിഭജിക്കാം, ജനസംഖ്യ മാറ്റാം, വോട്ടർമാരുടെ എണ്ണം ക്രമീകരിക്കാം, അതൊക്കെ ചെയ്യാന്നല്ലാതെ ഡിവിഷൻ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ വകുപ്പില്ല. അതുവരെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല BJP-യുടെ ഇപ്പൊ 28ാം ഡിവിഷൻ തന്നെ പറഞ്ഞു, BJP-യുടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരു പ്രദേശം മുഴുവൻ കൊണ്ടുപോയിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ മറ്റൊരു ഡിവിഷനിലേക്ക് ചേർക്കാൻ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, അതിന് ഉത്തരം പറയേണ്ടത് CPM തന്നെയാണ്. കാരണം എന്തൊക്കെ നമ്മൾ ഡീലിമിറ്റേഷന്റെയും ഉദ്യോഗത്തിലൊക്കെ കാര്യം പറഞ്ഞാലും അന്ത്യമായി ഇതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് CPM ആണ്. അതിന് മറുപടി CPM ആണ്. ഇനി വാർഡ് ഇപ്പോൾ ഡീലിമിറ്റേഷൻ റിപ്പോർട്ട് ഇന്നോ നാളെയൊക്കെ പ്രസിദ്ധീകരിക്കുന്നു പറയുന്നുണ്ട് കോർപ്പറേഷൻ സംബന്ധിച്ച്. നമുക്കെതിരാണെങ്കിൽ നിയമ നടപടി നമ്മൾ സ്വീകരിക്കും. എന്തായാലും ഒക്ടോബർ നവംബറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നമ്മൾ നേടുകയും ചെയ്യും. നമ്മുടെ സീറ്റുകൾ നിലനിർത്തുന്നപ്പോൾ പുതിയ സീറ്റുകൾ നമ്മൾ നേടാനുള്ള എല്ലാ വഴികളും നമ്മൾ നോക്കുന്നുണ്ട്. ഈ ഇപ്പൊ നമ്മള് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് സ്വാഭാവികമായിട്ടും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്നാണ് ശിവകുമാർജി പറയുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അടുത്ത കൊല്ലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ MLA, കൊച്ചി മണ്ഡലത്തിലെ MLA 9 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു. എന്താണ് MLA-യുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച അഭിപ്രായം? MLA ജനങ്ങളുടെ കാര്യത്തിനേക്കാൾ കൂടുതൽ എന്താ പറയാ സെറ്റിൽമെന്റ് രാഷ്ട്രീയമായിട്ടാണ് മുമ്പിൽ പോകുന്നത്. അത് ആ MLA മാത്രമല്ല, വിവിധ കക്ഷികളുടെ നേതാക്കന്മാരടക്കം അതിന് കൂട്ടുണ്ട്. നമുക്കറിയാം, പല സംഭവങ്ങളും നമ്മൾ കേട്ടതാണ്. മയക്കുമരുന്ന് ലോബികളെ വരെ പൂട്ടാൻ ഇവിടെ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഉദ്യോഗസ്ഥന്മാര് തയ്യാറാണ്. നമ്മള് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവുന്നു. രാഷ്ട്രീയക്കാരുടെ ബന്ധുക്കള് ഇതില് പ്രതികളാവുന്നു. ഇത് പത്രത്തിൽ പോലും വരാതെ രായ്ക്കരാമായണ ന്യൂസ് മാഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള വളരെ നമ്മുടെ നാടിൽ തന്നെ ആപത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത്. ആ രാഷ്ട്രീയം എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതിൽ MLA-നെ പറ്റി ചോദിക്കുമ്പോൾ സാധാരണ എല്ലാ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന കുറെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കാരണം സ്വാഭാവികമാണ്, റോഡുകൾ അല്ലെങ്കിൽ ലൈറ്റുകൾ. അതിലുപരി മട്ടാഞ്ചേരി ജനങ്ങൾക്ക് ഒരു 10 ജോലിയുടെ കാര്യം ലഭിക്കുന്ന ഒരു രീതിയിൽ എന്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു? ഒന്നും സാധിച്ചിട്ടില്ല. ഹാർബർ അടക്കമുള്ളത് നമുക്കറിയാം. ഇന്ന് അവിടുത്തെ അവസ്ഥ, പല വിഭാഗം ജനങ്ങളും അവിടെ പണിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്കാണ് ഹാർബർ പോകുന്നത്. ബോട്ട് കയറുന്നില്ല. 100 കൂട്ടം വിഷയങ്ങളുണ്ട്. ആ ഹാർബറിന് വേണ്ടി കോടികൾ കേന്ദ്രം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ചില ആൾക്കാരുടെ ഇടപെടലും അനാവശ്യമായ രീതിയിലുള്ള ചില കാര്യങ്ങളും മൂലം പോർട്ട് വികസിക്കാതെ, ഹാർബർ വികസിക്കാതെ അത് വല്ലാതൊരു ദിശയിലേക്ക് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കൈകളിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നാടിന് ദോഷം ചെയ്യും. അതേപോലെ ഇതിന്റെ ഒപ്പം പറയാനുള്ള കാര്യം നമുക്കറിയാം. കണ്ണമാലി ചെല്ലാനം മേഖല ഇന്നും പുലിമുട്ടി നിർമ്മാണം കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എത്ര വർഷം നമ്മൾ 7 കിലോമീറ്റർ അവിടെ ടെട്രോപാഡ് നിർമ്മാണം പൂർത്തിയായി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. പക്ഷെ വളരെ പതുക്കെയല്ലേ ഇത്. എന്റെ നിങ്ങളുടെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതലുള്ള അവരുടെ ആൾക്കാരുടെ വിഷയങ്ങളാണ്. ആധുനികമായി ആ വിഷയം പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞത് ഈ മാക്സി MLA അതിനുശേഷമാണ്. അല്ല, ഞാനതിൽ മാക്സി MLA മാത്രമൊന്നും പറയുന്നില്ല. അതിന് മുമ്പുള്ള MLA-മാരും കുറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആധുനികമായ രീതിയിൽ ഇത്രയും സ്പീഡില് നമ്മുടെ ഭാരതം മുഴുവൻ വികസിക്കുമ്പോൾ ആ വികസനത്തിനൊപ്പം എത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അവിടെ എല്ലാം നമ്മൾ രാഷ്ട്രീയമാണ് കാണുന്നത്. നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുക. അവര് രാഷ്ട്രീയമായ എതിർപ്പ് പറയുമ്പോഴും അവരുടെ സംസ്ഥാനത്തിന് ഗുണകരമായ ഒരു കാര്യത്തിലും അവരെതിര് നിൽക്കില്ല. ഇവിടെ എല്ലാത്തിനും രാഷ്ട്രീയം വേണം, അതൊക്കെ ശരിയാണ്. പക്ഷെ നാടിന്റെ വികസനത്തിൽ രാഷ്ട്രീയം കണ്ടാൽ ആ നാട് വികസിക്കില്ല. BJP-യുടെ കാഴ്ചപ്പാട് അതാണ്. ഇന്ന് നമുക്കറിയാം, നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ മോഡിജി രാജസ്ഥാനിൽ നിന്നുകൊണ്ട് 102 റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. എല്ലാ കക്ഷികളും ഭരിക്കുന്ന പ്രദേശം നമ്മുടെ കേരളത്തിലടക്കം 2 റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഒരു രാഷ്ട്രീയമോ ഒരു മതമോ ഒരു ജാതിയോ ഒന്നും കണ്ടിട്ടല്ല. രാജ്യം വികസിക്കുമ്പോൾ അതിന്റെ കൂടെ മറ്റെല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് വികസിക്കണമെന്ന് നമ്മുടെ ലക്ഷ്യമാണെന്ന് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ MLA പരിപൂർണമായ പരാജയമാണ് BJP-ക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും BJP-യുടെ നിയമസഭ മാത്രമല്ല
എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ സ്ഥലത്തും NDAയുടെ ലേബിൾഡ് സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. അത് നമ്മുടെ എന്താ പറയാ, കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള ഒരു നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു ആകെക്കൂടി ഉള്ള ഒരു വിലയിരുത്തലാണ്. നമ്മളെ സംബന്ധിച്ച് BJP സംബന്ധിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ടിലെത്തി നിൽക്കണേണ്. ഒരു കക്ഷിക്കും കേരളത്തിൽ അവകാശപ്പെടാൻ പറ്റില്ല. ഒരു മുന്നണിയും നമ്മളെ NDA എന്ന ലേബിളാണ് നമുക്കറിയാം. BDS കഴിഞ്ഞാൽ ബാക്കിയുള്ള പാർട്ടികളുടെ ശക്തി നമുക്കറിയാം. എന്നാൽ പോലും ആ മുന്നണി എന്ന നിലയ്ക്ക് BJPക്ക് അതിൽ തന്നെ സ്വന്തമായിട്ട് 20% വോട്ട് എന്ന് പറയുമ്പോൾ അത് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 30% എത്തിയാൽ കേരളത്തിൽ അടുത്ത ഭരണം അല്ലെങ്കിൽ ഭരണം ആര് വേണം നിശ്ചയിക്കാനുള്ള ഒരു നിലയിലേക്ക് BJP വളരുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പില് നിയമസഭാ തെരഞ്ഞെടുപ്പില് കൊച്ചിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ഉണ്ടാവും? തീർച്ചയായിട്ടും കൊച്ചിയിലെ സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കും. കാരണം കഴിഞ്ഞ തവണ മത്സരിച്ചത് എറണാകുളത്ത് നിന്ന്. അല്ല, എറണാകുളം കൊച്ചിയിലൊക്കെ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, മണ്ഡലം, കൊച്ചി മണ്ഡലം ഒക്കെ ശരിയാണ്. അത് ചില ഘടകങ്ങളൊക്കെ വെച്ച് പാർട്ടി നിർദ്ദേശിക്കുന്നതാണ്. എന്തായാലും പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പൊ നടത്തി വരുന്നത്. നമ്മുടെ വിശ്വാസം ഈ കൊച്ചി മണ്ഡലം അടക്കം താമര വിരിയിക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം BJP മാറും എന്നാണ് നമ്മുടെ വിശ്വാസം. ഈ തിരുമല ദേവസ്വത്തിന്റെ വരണാധികാരിയിൽ ഒരാളായിരുന്നല്ലോ, ഇപ്പോഴും ഇല്ല, മത്സരിച്ചില്ല, ഇത്തവണ മത്സരിച്ചില്ല. തിരുമല ദേവസ്വത്തിന്റെ പിന്നെ വികസന പ്രവർത്തനങ്ങളിൽ മത്സരിച്ചില്ലെങ്കിലും ഭരണാധികാരിയായി വന്നില്ലെങ്കിലും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും എന്താ പറയാ, ഞങ്ങള് കളിച്ചു വളർന്ന ക്ഷേത്രമാണ്. മാത്രമല്ല എൻ്റെ സമുദായത്തിന്റെ ക്ഷേത്രമാണ്. നമ്മുടെ സമുദായത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമാണിത്. അപ്പൊ ആ ക്ഷേത്രം എല്ലാ രീതിയിലും വികസിക്കണമെന്ന് മറ്റെല്ലാവരെക്കാളും എനിക്കും ആഗ്രഹമുണ്ട്. അതിനനുസരിച്ച് അവിടുത്തെ കൗൺസിലറടക്കം കുറെ CSML നിങ്ങൾക്കറിയാം, CSMLടക്കം ഒരു പ്രൊജക്ട് അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അത് വരുന്ന നാളുകളിലത് പൂർത്തീകരിക്കാൻ സാധിക്കും. അത് പൂർത്തീകരിച്ചാൽ തന്നെ അമ്പലത്തിന്റെ മുഖച്ഛായ നല്ല രീതിയിൽ മാറും എന്ന വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. ഈ തിരുമല ദേവസ്വത്തില് താങ്കൾ ഭരണാധികാരിയിൽ ഒരാളായിരിക്കുന്ന സമയത്താണ് ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് വിളിക്കാൻ പറ്റാവുന്ന ഒരാളായിരുന്നു താങ്കൾ. അത്രയും ഒരു ജനകീയത താങ്കൾക്ക് ഉണ്ടായിരുന്നു. രണ്ടാമത് മത്സരിക്കാൻ എന്താ പറ്റി? അല്ല, രണ്ടാമത് മത്സരിക്കാത്തത് 2 വർഷമാണ്. നമ്മളെ ഏത് സ്ഥാനത്തെടുത്താലും അതിലൊരു നീതി പുലർത്തണം. നമ്മൾ വെറുതെ എല്ലാ സ്ഥലങ്ങളിലും പോയി സ്ഥാനം എടുത്തുകൊണ്ട് അതൊന്നും നീതി നൽകാനാവാതെ വെറുതെ ആലങ്കാരികമായ പദം കൊണ്ട് നടക്കുക എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ അത് എന്റെ ജീവിതത്തിൽ പുലർത്തിയിട്ടില്ല. മാത്രമല്ല ഞാനവിടെ 6 കൊല്ലം അധികാരിയായിരുന്നു. അപ്പോൾ മാനേജിങ് അധികാരി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ കാര്യങ്ങൾ തന്നെ കുറെ സമയം നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ കഴിയുന്നില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് BJPയെ സംബന്ധിച്ച് ഇവിടെ ജനറൽ സെക്രട്ടറി ആയി അതിന്റെ ഇടയിലാണ് വന്നത്. സ്വാഭാവികമായിട്ടും രണ്ടും കൂടി കൊടുക്കാനോ പോകാൻ പറ്റുന്ന ഒരു വിഷയം വന്നപ്പോഴേക്കും ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ഒരു ആൾക്കാരോട് ആലോചിച്ചപ്പോഴേക്കും നാടിനാവശ്യം ഇപ്പോ നമ്മുടെ എന്താ പറയാ കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു BJPയിലൊരു ആളെ നമുക്ക് ആവശ്യമാണ്. ആ നിലയ്ക്ക് മറ്റാരും ആ നിലയ്ക്ക് കൊച്ചിയിൽ നിന്നില്ല. അപ്പൊ ആ നിലയ്ക്ക് ശിവകുമാർ രാഷ്ട്രീയ പ്രവർത്തനം കൂടുതൽ നോക്കുന്നതായിരിക്കും നല്ലതെന്ന് അവരുടെ കൂടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞാൻ അമ്പലത്തിൽ മത്സരിച്ചില്ലെങ്കിലും ഇപ്പോഴും തീർച്ചയായിട്ടും അമ്പല കാര്യത്തില് കമ്മിറ്റി അവിടെ അറിയാലോ, ബാലറ്റ് ഇതാണ്, വർഷങ്ങളായി ബാലറ്റിലൂടെയുള്ള തെരഞ്ഞെടുപ്പാണ്. പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങൾക്കുള്ള അതിൽ വളരെ മികച്ച രീതിയിലുള്ള ഭരണ സ്കീം അടക്കമുണ്ട്. അതുകൊണ്ട് മികച്ച രീതിയിൽ ആര് അവിടെ വന്നാലും അമ്പലത്തിന്റെ ഏത് കാര്യത്തിന് വിളിച്ചാലും ഞാൻ സഹായങ്ങൾ എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. നേരത്തെയും ചെയ്യാറുണ്ട്, ഞാൻ സ്ഥാനത്തുള്ളപ്പോൾ ചെയ്യുന്നുണ്ട്, ഇനി ആരാവശ്യപ്പെട്ട് ഇന്നും ചെയ്തു വരുന്നുണ്ട്. അപ്പൊ അത് അവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ RDO ഓഫീസുമായി അങ്ങനെയുള്ള വിഷയങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ എന്നെ വിളിക്കും, എന്നാ കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കും. അവിടെ ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഈ ഒരു മാധ്യമ പ്രവർത്തകർക്കിടയിലുള്ള ഒരു വലിയ പരാതിയാണ് അമ്പലത്തില് പരിപാടികൾ എടുക്കാൻ അനുവദിക്കില്ല, ഫോട്ടോ എടുക്കാൻ ഇല്ല. അത് സത്യം പറഞ്ഞാല് ആരോപണമാണ്. കാരണം ഞാൻ ഇതിന് ഒരു ഹേതുവായിട്ടുണ്ട്. ഞാൻ അമ്പലത്തിന്റെ അധികാരിയുടെ സമയത്ത് തന്നെ ഒരു ചാനൽ തന്നെ തലേ ദിവസം ആ ചാനലിന്റെ ഇവിടുത്തെ ഒരു കോർഡിനേറ്റർ എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് ദീപാവലിക്ക് ഒരു ഷൂട്ടിംഗ് നടത്താൻ വേണ്ടി അനുവാദം വേണം. അപ്പൊ ഞാൻ എൻ്റെ പ്രസിഡന്റോട് മറ്റുള്ള
ഇതിനെന്താ വന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ സംഭവം എന്താ വെച്ചാല് അവര് കിഴക്കേനട പുറത്ത് ആ പാലയില്ല ഗസ്റ്റ് ഹൗസ്, അവിടെ തന്നെ അവരുടെ ലൈവ് ന്യൂസ് ആണ് കയറി വന്നത്. നമുക്കറിയില്ലായിരുന്നത്, അവരുടെ എന്താ സംഭവം നമുക്കറിയില്ലോ. അവര് ദീപാവലി തിരക്കിന്റെ ഇടയിൽ കയറി വന്നു, എന്നോടൊക്കെ എന്തൊക്കെ ചോദിച്ചു, ദീപാവലിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ലൈവ് ആണ് പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ ഇടയിൽ വെച്ച് അവിടെ അന്നത്തെ എന്തോ ഒരു ബ്രേക്കിംഗ് രാഷ്ട്രീയ വാർത്തയും കൂടി അമ്പലത്തിനകത്ത് വെച്ച് പറഞ്ഞു. അവസാനം അന്ന് ഞാൻ അധികാരിയായിരുന്നു. സംഭവിച്ചത് വിശദീകരിക്കാൻ എല്ലാവരോടും പോയി പറയാൻ പറ്റില്ല, അത് വിവാദമായി. ഞാൻ തന്നെ ഒരു എന്താ പറയാ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മറ്റൊക്കെ ഞാൻ തന്നെ സംഭവിച്ചത് ഖേദം പ്രകടിപ്പിച്ചു. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, ചാനലുകാരും മനഃപൂർവ്വം ആയിരിക്കില്ല, പക്ഷെ സംഭവിച്ചത് തെറ്റാണ്, ഇനി ആവർത്തിക്കാൻ ശ്രമിക്കും നമ്മൾ ഇതൊക്കെ. അപ്പൊ അന്ന് മുതൽ നമുക്കൊരു ഒരു കോശത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ഇങ്ങനെ വരുമ്പോഴേക്കും ഒന്ന് ആലോചിച്ച് ചെയ്യണം. ഇതേപോലൊരു സംഭവമാണ് ഇന്നത്തെ നിങ്ങൾ പറഞ്ഞ കമ്മിറ്റിയുടെ പേരിൽ വന്നത്. ഹരിഷണായ ബംഗ്ലാവിന്റെ വിഷയത്തിലാണ് ഇത് വന്നത്. നമുക്കറിയാം ഹരിഷണായ ബംഗ്ലാവ് കുറെ നാളായി പണി പൂർത്തിയാകാതെ ഇങ്ങനെ കിടക്കണയാണ്. ഇതൊന്നൊരു 10-15 വർഷത്തോളം ആവാൻ പോകും. അപ്പോൾ ആ ഒരു വിഷയം അവിടെ നിൽക്കുമ്പോഴേക്കും ചില ഓൺലൈൻ ന്യൂസുകാർ ആവശ്യമില്ലാതെ ദേവസ്വങ്ങളെ അറിയിക്കാതെ ആ പറമ്പിൽ വന്നിട്ട് അതിന്റെ ഇതൊക്കെ എടുത്തിട്ട് ഓൺലൈൻ ന്യൂസായി കൊടുക്കും. ഇതൊക്കെ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. അപ്പോ ഇവിടുത്തെ ഭരണകൂടത്തിന് ദേവസ്വം കൂട്ടുനിന്നിട്ടാണ് ഇതൊക്കെ നെഗറ്റീവ് വാർത്തകൾ വരുന്ന ഒരു തോന്നൽ വന്നു. അതോടുകൂടി ദേവസ്വം ആ പരിസരത്ത് ഇത്തരത്തിലുള്ള ഷൂട്ടിങ്ങിന് നമ്മളൊരു നിരോധനം ഏർപ്പെടുത്തി. നിരോധനം പറഞ്ഞാൽ ദേവസ്വം അനുമതി ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഇതേ ഒരു സംഭവത്തിൽ ഒരു ദിവസം നമ്മുടെ ഞാൻ മനസ്സിലാക്കിയത്, കായംകുളം ക്ഷേത്രത്തിൽ എന്തോ ഒരു ഉത്സവത്തിന് പോണ സമയത്ത് നമ്മുടെ ഇന്നത്തെ ദേവസ്വം പ്രസിഡന്റിന് ഒരു ഫോൺ വന്നു, ഇത് എടുക്കുന്നുണ്ട്, നമുക്ക് കമ്മിറ്റിക്കാരൊന്ന് കാണണം, അതുകൊണ്ട് നമുക്കൊന്ന് ഇതാകാം. അപ്പോൾ അദ്ദേഹം മാന്യമായ രീതിയിൽ പറഞ്ഞു, ഞാൻ സ്ഥലത്തില്ല, നിങ്ങൾ നാളെ വന്നോളൂ, നിങ്ങൾക്ക് എന്തിനു വേണ്ടി മറുപടി തരാം, നാളെ നമുക്ക് നേരിട്ട് കാണാം, നാളെ ഓഫീസിൽ വന്നാന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും മാന്യതയുള്ള ഒരു ചാനൽക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം, ആ വാക്ക് അംഗീകരിക്കും. അത് ധിക്കരിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഹരിഷണ ബംഗ്ലാവിന്റെ അകത്ത് പോയി, പുറകിൽ കൂടി പോയിട്ട് ആദ്യം മുമ്പിൽ പോയിട്ട് ഷൂട്ടിംഗ് എടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും നാട്ടുകാരെ തടഞ്ഞ് അവര് പറഞ്ഞു വിട്ടു, മാന്യമായ രീതി പറഞ്ഞു വിട്ടു. അവരതിനിടയിൽ എന്ത് ചെയ്യുന്ന വെച്ചാല് പുറകിൽ കൂടി കയറി അവരെ ആ ചാനൽ സംഘത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ ഫ്ലാഷ് കൊടുത്തു. ഫ്ലാഷ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമുദായം അറിയാലോ, കേരളത്തിലെ തീരദേശ മേഖലയില് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അവിടെ നിന്നോടൊക്കെ ദേവസ്വക്കാർക്ക് അവർക്ക് ഫോൺ വരാൻ തുടങ്ങി, എന്താ വിഷയം. അവര് ഓടിപ്പിടിച്ച് വന്നപ്പോഴേക്കും ഇവിടെ തർക്കത്തിൽ കിടക്കണാണ്. സ്വാഭാവികമായിട്ടും ഒരു പ്രസിഡന്റ് പറഞ്ഞ കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞു. ഞാനാണെങ്കിൽ അതേ പറയുള്ളൂ, നിങ്ങളോട് നാളെ ഓഫീസിൽ പറയാൻ നാളെ ഓഫീസിൽ വരുന്നതായിരുന്നു, നിങ്ങൾ ഈ അനധികൃതമായിട്ട് ചെന്ന് ഈ ഇങ്ങനെ ഇതാക്കി, അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു വാക്തർക്കം ഉണ്ടായി. ശരിക്കും ചാനലുകാർ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നിട്ട് ദേവസ്വം പ്രസിഡന്റിന്റെ കമ്മിറ്റിക്കാരുടെ പേരടക്കം ഗുണ്ടകൾ എന്ന രീതിയിൽ അതിൽ ഉപയോഗിച്ച വാർത്ത RSS ഗുണ്ടെന്നാണ്. കൊച്ചിൻ തിരുമല ദേവസ്വം പ്രസിഡന്റ് എങ്ങനെ RSS ഗുണ്ടയാവണത്? അപ്പൊ അത് മനഃപൂർവ്വം ഒരു എന്താ പറയാ, മനഃപൂർവ്വം ഈ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി അവർക്ക് ആ സമയത്ത് ഒരു പ്രാധാന്യം കിട്ടാൻ വേണ്ടി അവർ ചെയ്തതാണ്. പക്ഷെ അത് നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ച് ഭയങ്കര ഇതായി. അങ്ങനെ എന്താ പറയാ, ആവശ്യമില്ലാത്തൊരു മെസ്സേജ് സമൂഹത്തിൽ പോയത്. സത്യത്തിൽ ചാനൽക്കാർ കാണിച്ച ഒരു അല്ല, അത് ഞാൻ പറയണത് ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഉത്സവത്തിന്റെ അല്ല, ഈ ഉത്സവത്തിന്റെ കാര്യം ഉത്സവത്തിന്റെ കാര്യം തന്നെ പറഞ്ഞു. പ്രാദേശികമായിട്ടുള്ള ചാനലുകാരും അല്ലെങ്കിൽ പത്ര പ്രവർത്തകരുടെ ഫോട്ടോ ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ബോധന പിന്നെ കത്തിക്കുന്ന സമയത്തൊക്കെ ഇനി അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും മറ്റും അനുവദിക്കാതെ ഈ ഇറക്കി വിട്ടു. അങ്ങനെയില്ല. അത് വിഷയം എന്താ വെച്ചാല് ഹോളിയുടെ വിഷയം എന്താ വെച്ചാല് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ ഹോളി എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ഒന്ന് പങ്കെടുക്കാമെന്ന രീതിയിൽ ഒരിതായി. പണ്ട് മുതലേ പലരും വരാറുണ്ട്, പക്ഷെ എല്ലാവർക്കും അവരവരുടെ പരിമിതികൾ അറിയാം. നിങ്ങളടക്കം ചിലപ്പോൾ നിങ്ങൾക്കറിയാം എവിടെ വരെ പോകണം ചെയ്യുന്നത്. പക്ഷെ ന്യൂ ജനറേഷനിൽ ഈ യൂട്യൂബ് ബാക്കിയുള്ള കാര്യങ്ങൾ വന്നപ്പോഴേക്കും അവർ ഈ കാർണിവൽ പോലെയൊക്കെയാണ് ഇത് ആഘോഷിക്കുന്നത്. അപ്പൊ വരുമ്പോ എന്താ പ്രശ്നം വെച്ചാൽ ഈ കളറൊക്കെ അടിച്ചു വരുമ്പോഴേക്കും അതിന്റെ ഇടയിൽ ആവശ്യമില്ലാത്ത കുറെ ആൾക്കാർ വരാൻ തുടങ്ങി. അത് കഞ്ചാവും വെള്ളവും ഒക്കെ അടിച്ച് വരും. നിരന്തരം ഹോളിയിൽ പ്രശ്നങ്ങളാവാൻ തുടങ്ങി. അങ്ങനെ ആവാൻ തുടങ്ങിയപ്പോഴാണ് മറ്റുള്ള സമുദായങ്ങളോട് കൂടി ആലോചിച്ചിട്ട് മറ്റുള്ള ഇതര കൊങ്ങണി ഭാഷ സംസാരിക്കുന്ന സമുദായം, കാരണം എല്ലാവരും സെപ്പറേറ്റ് ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ അത്തരത്തില് എന്താ പറയാ ദേവസ്വം, അത് സമൂഹമല്ല ദേവസ്വം ഒരു തീരുമാനം. കാരണം ദേവസ്വം അന്ന് നടത്തുന്നത് അവിടെ എന്ത് കൊള്ളരമായി നടന്നാലും സമാധാനം പറയേണ്ടത് ദേവസ്വമാണ്. അപ്പൊ അവര് തീരുമാനം എടുത്തു, ഇത് സാമുദായികമായ ഒരു പരിപാടിയാണ്, അതിന് സാമുദായിക ആൾക്കാർക്കാണ് പങ്കെടുക്കേണ്ടത്, അതുകൊണ്ട് ബാക്കിയുള്ളവര് സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഹോളി ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറെ പ്രശ്നങ്ങൾ ഈ 2 വർഷമായിട്ട് ഇല്ല.
അതിന്റെ ഇടയിൽ ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ മുതലെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ചില ആൾക്കാർ നമ്മളെ എടുപ്പിക്കില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ചാനലടക്കം നമ്മുടെ ഹോളി ആഘോഷം കൃത്യമായി കൊടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് സമൂഹമാണ്, പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും, അതങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ദേവസ്വത്തിനോ സമൂഹത്തിനോ ഒരിക്കലും എന്താ പറയാ മാധ്യമ പ്രവർത്തകരോട് അകൽച്ചയില്ല, അവരെ മാറ്റി നിർത്താനുള്ള പരിപാടിയില്ല. ഇപ്പൊ BJPയുടെ ജില്ലാ സെക്രട്ടറി പദം ഏറ്റെടുത്തിട്ട് ഏതാണ്ട് 1 മാസം പിന്നിട്ടിരിക്കുന്നു. അതെ. ജില്ലാ തലത്തിലേക്ക് ഉയർന്ന് ഘടകത്തിലേക്ക് എത്തിയപ്പോൾ എന്താണ് അതിനെക്കുറിച്ച്? അല്ല സി ജില്ലാ അല്ലെങ്കിൽ മണ്ഡലം എന്നുള്ള വേർതിരിവ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ആവുന്നില്ല. കാരണം ഞാൻ സത്യം പറഞ്ഞ ഒരു 30-31 വർഷത്തോളമായി BJPയുടെ ചുമതലയിലേക്ക് വന്നിട്ട്. അപ്പോൾ അന്ന് മുതൽ പല കാര്യങ്ങളും ജില്ലാ തലത്തിലും യുവമോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്നിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട്. ആകെ എന്താ വെച്ചാൽ സ്ഥാനത്തിന് മണ്ഡലം എന്നുള്ള പകരം ജില്ല, അത്രേ ഉള്ളൂ, അത്രേ കാണുന്നുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ തീരുമാനമാണ്. നമ്മുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല വശങ്ങൾ കണ്ടതുകൊണ്ടായിരിക്കും പാർട്ടി ഇത്ര വർഷങ്ങൾക്ക് ശേഷം ആ പദവി ലഭിച്ചത്. കാരണം എന്നെ പോലെയുള്ള അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ കഴിവുള്ള ഒരുപാട് ആൾക്കാർ എറണാകുളം ജില്ലയിലുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് 40-50 പേരുടെ പേര് സംസ്ഥാനത്ത് പോയിരുന്നു. അതിന് ഷോർട്ട് ലിസ്റ്റ് ആക്കിയിട്ടാണ് നമ്മുടെ ഈ 16 പേരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാർട്ടി അതിനൊരു പ്രതീക്ഷ കാണും. അതിൽ എന്നാലാവുന്ന തരത്തിൽ മാക്സിമം 100% പാർട്ടിക്ക് വേണ്ടി. അതല്ലോ നേരത്തെ പറഞ്ഞത്, ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഉപേക്ഷിക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ എന്തായാലും പിന്നെ താങ്കള് കൂടുതൽ ഉയരത്തിലെത്തട്ടെ എന്നും ഒരു ജനപ്രതിനിധിയായി കാണുവാൻ കഴിയട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുന്നു, ഒപ്പം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Sevens Golden Diamonds, Ermalur, Vadadala.